മുണ്ടക്കയിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ ഇപ്പോൾ മുന്നോട്ട് നീക്കുകയാണ്. ഈ കണക്ടിവിറ്റി കുറെ കൂടി സുഗമമായതിന്റെ ഭാഗമായി കുറെ JCBയും മണ്ണുമാന്തി യന്ത്രങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ കുറെ അധികം വീടുകൾ ഉണ്ട്. ആ വീടുകളിൽ അകപ്പെട്ടു പോയവരുണ്ട്. അവരെ എടുക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസിയായിട്ടുള്ള മുജീബ് നമുക്കൊപ്പം ചേരുകയാണ്. ഏകദേശം എത്ര വീടുകൾ? ഇവിടെ ഒരു 200 വീടുകളുണ്ടാവും. കുറെ കോട്ടേഴ്സുകളും ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. ഒരുപാട് പേരെ കിട്ടാനുണ്ടല്ലോ. അഞ്ഞും കിട്ടാനുണ്ട്. പിന്നെ ഇപ്പോഴേ എത്തുന്നുള്ളൂ JCB ഒക്കെ. അതുകൊണ്ടാണ് ഇപ്പൊ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും കിട്ടിയിരുന്നു. സുദേവൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ വീട് സുദേവന്റെ വീട് തന്നെയാണുള്ളത്. അവിടെ 6 പേരാ തോന്നുന്നുണ്ടായത്. എത്ര പേരുടെ കിട്ടി പറഞ്ഞാൽ ഇന്നിപ്പോ ഒരു അമ്മനെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അത് സുദേവന്റെ അമ്മ തന്നെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നു. നമുക്ക് അറിയുന്നില്ലല്ലോ, മാന്തി കൊണ്ടുപോകല്ലേ. പിന്നെ എന്ന് വെച്ചാല് നമ്മളെ പ്രദേശവാസികൾ ഇവിടെ ആരുമില്ല. നമ്മൾ അറിയുന്ന ഒരാളുമില്ല. ഇവിടെ 10, 200, 500 ആളുകളുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ അറിയുന്ന ഒരാളുകളും ഇല്ല. അവിടെ ഇവിടെ അറിയുന്ന ആൾക്കാർ ഇങ്ങോട്ട് വിടുക മേപ്പാടിന്ന്. അത്രേ ഉള്ളൂ. വലിയ ശബ്ദമായിരുന്നല്ലേ? വലിയ ശബ്ദമായിരുന്നു. അതെ, വലിയ ശബ്ദമായിരുന്നു. ഞങ്ങളൊക്കെ ഇറങ്ങി ഓടിയതാണ്. ഓടാൻ പറ്റാത്തവരാണ് ഈ മണ്ണിന്റെ ഒടി കുടുങ്ങിയത്. വീടൊക്കെ അടഞ്ഞു പോയത്. നിങ്ങൾ പോയ ഘട്ടത്തിൽ പറഞ്ഞല്ലോ നേരത്തെ 100ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മല കയറി പോയപ്പോഴേ അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു വീട്ടിൻ്റെ ഉള്ളിൽ അവിടെ ഞങ്ങളും കയറിയിരുന്നു. ഒരു ചെറിയൊരു വെളിച്ചം വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഓടിയതാ. അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരു ഉമ്മ ഉണ്ടായിന് തളർന്നിട്ട് ഒരു കല്ലിന്റെ ഇതിന്റെ പാറന്റെ ഉള്ളിൽ കിടക്കുന്നത്. അതിനെ ഞങ്ങൾ രാവിലെ വലിച്ചുകൊണ്ടുപോയി. അതിനെ രക്ഷപ്പെടുത്തിയ സിനാൻ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇന്ന് രാവിലെ എടുത്തത്. സിനാൻ എന്ന് പറഞ്ഞ കുട്ടി അന്ന് രാത്രി അപകടം നടക്കുമ്പോ അതിൽ കുടുങ്ങിപ്പോയി. ഒരാളെ രക്ഷിക്കാൻ പോയപ്പോ അവിടുന്ന് സൗണ്ട് കേട്ട് പോയതാണ്. ഇനിയും ഒരുപാട് പേരെ കിട്ടാണ്ട് ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ ഒരുപാട് പേരെ കിട്ടാൻ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശവാസികൾ അധികം പേർ ഇവിടെ ഇല്ല. ഇവർ അല്പം മുൻപാണ് ഇങ്ങോട്ട് എത്തിയത്. എന്തായാലും ഇപ്പോൾ തെരച്ചിൽ ഈ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശക്തമായിട്ടുള്ള ഒഴുക്ക് ഈ വെള്ളത്തിനടക്കം ഉണ്ട്. മാത്രമല്ല ചെളിയും മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞ് ഇരിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ആളുകളെ കണ്ടെടുക്കുക എന്ന ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഇപ്പോൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയും പ്രതികൂലമാണ്. കാരണം മഞ്ഞും അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയും പല ഘട്ടങ്ങളിലും പ്രതിസന്ധി തീർക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ കണക്ടിവിറ്റി അടക്കം കുറെ കൂടി മെച്ചപ്പെടുത്തിയ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തുകയാണ്. എന്തായാലും അതാണ് ഇപ്പോൾ മുണ്ടക്കൈ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്കാണ് ഉരുൾപൊട്ടി കൂടുതലായി ഒലിച്ച് എത്തിയത്. ക്യാമറമാൻ മൽഘോഷിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്.